പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം. ആം, ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവസാനം വരെ എത്തിയല്ലോ. ഹല്ലേലൂയ. ഈ വർഷം ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവസാനം വരെ നമ്മൾ എത്തി. ഹല്ലേലൂയ. നമ്മൾ ഏത് കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും നാം അതിന് ശേഷം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. നാം ഏത് കാര്യത്തെ എങ്ങനെ ചിന്തിക്കുന്നു എന്നനുസരിച്ചിരിക്കും അതിന് ശേഷം നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നല്ല ചിന്തകളുടേതായിട്ടുള്ള ഒരു ചങ്ങല അല്ലെങ്കിൽ നല്ല ചിന്തകളുടേതായിട്ടുള്ള ഒരു സ്ട്രീക്ക്, ഒരു കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ അതൊരു ശീലമാക്കുക. ഞാൻ കാര്യങ്ങളിലെ നല്ലതിനെ ഞാൻ കാണാൻ പോകുന്നു എന്ന് നാം തീരുമാനിക്കേണ്ടതുണ്ട്. അതൊരു തീരുമാനമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് ഒന്നിച്ച് ദൈവശബ്ദം കേൾക്കാനായിട്ട് പോകുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ഏറെ സന്തോഷിക്കുന്നു. കാരണം നാം ഇന്ന് ഇത്രത്തോളം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമല്ലാതെ അതിന് പുറകിൽ മറ്റാരുമില്ല. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പായിട്ടും അറിയാം, വ്യക്തിപരമായിട്ട് ഇന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം, അതായത് ഈ വർഷത്തിൻ്റെ അവസാനം ഞാൻ കാണുമോ എന്നൊക്കെ. കണ്ടു. ഹല്ലേലൂയ. കണ്ടു. ആമേൻ. ഇന്ന് നന്ദി പറയാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പാകെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എന്ത് സംസാരിക്കുന്നൊക്കെ നമുക്ക് ഒന്നിച്ച് കേൾക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവേ, ഈ സമയം ഞങ്ങൾ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഇന്ന് ഞങ്ങൾ കേൾക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഇന്ന് ഞങ്ങൾ കേൾക്കണം. ഇപ്പോൾ ഞങ്ങൾ കേൾക്കണം. ജോവാൻ്റെ പേർ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഗ്ലോറിയസ് ഇയർ പരിശുദ്ധാത്മാവ് നൽകും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം തനിക്ക് വേണ്ടി തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുമില്ല എന്നുള്ള വാക്യം താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ നാമം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഈ സമയത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മധ്യേ പരിശുദ്ധാത്മാവ് ചലിക്കണം. ഇന്ന് പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും പ്രയാസത്തോടെ മടങ്ങിപ്പോകരുത്. എന്നാൽ അവരുടെ വിഷാദം ആനന്ദമായി മാറി അവർ കടന്നു പോകട്ടെ. പുതിയ പ്രത്യാശയോടെ ഇന്നവർ മടങ്ങിപ്പോകട്ടെ. യേശുവിനെ കണ്ടുമുട്ടിയ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകട്ടെ. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അർത്ഥത്തെ മനസ്സിലാക്കി അവർ കടന്നു പോകട്ടെ. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. കർത്താവെ, ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്നവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയതായിട്ടുള്ള ശക്തി അവരുടെ ജീവിതത്തിലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് ചോദിക്കുവാനായിട്ടുള്ള, പരിശുദ്ധാത്മാവിനോട് ഇടപെടാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർത്താട്ടെ. ദൈവമേ, ഇവിടെ അങ്ങയുടെ കരം അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ചോദിച്ചാട്ടെ. ആസ്ക് ഫോർ ദ ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ കരസ്പർശം നിങ്ങൾ ചോദിച്ചാട്ടെ. നിങ്ങൾ ഇന്ന് ആ ദൈവം തൊടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ ഇന്ന് ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ സെൻസ് ചെയ്തൊരു കാര്യം, മാനസികമായിട്ട് മനസ്സിൻ്റെതായിട്ടുള്ള കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരെ കർത്താവ് ബലപ്പെടുത്തും. ഹല്ലേലൂയ. കർത്താവ് ബലപ്പെടുത്തും. ഏത് കാര്യത്തിലാണോ നിങ്ങൾ ദൈവത്തിൻ്റെ ആ കരം കാണാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തോടെ നിങ്ങൾക്ക് ചോദിക്കാമോ? ടോട്ടൽ സറണ്ടർ, പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്നതായിട്ടുള്ള വർഷം. ഇല്ല, ഈ വർഷം കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായി വിധേയപ്പെടുവാനായിട്ടുള്ള വർഷം ഈ വർഷം കഴിഞ്ഞിട്ടില്ല. ദൈവത്തോട് ചോദിച്ചാട്ടെ. കർത്താവേ, ഈ വിഷയത്തിന്മേൽ അങ്ങയുടെ കരം ചലിപ്പിക്കാമോ? Thank you, Lord. Hallelujah. Yes. Hallelujah. We worship you. ബീന എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പ്രവൃത്തി താങ്കൾ കാണും. ഹല്ലേലൂയ. വിശ്വസിച്ച് ദൈവത്തിൽ ചില തിരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള പുതിയ പ്രവൃത്തികൾ ജീവിതത്തിൽ കാണുവാനിടവരും. ശാരീരികമായിട്ടുള്ള വലിയൊരു സൗഖ്യം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാകും. വീണ എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. ദൈവത്തിൻ്റെതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പകർച്ച താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന, ശക്തമായും വ്യക്തമായും ഇടപെടുന്ന നാളുകളിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നു. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. ഹല്ലേലൂയ. ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. വേദഭാഗങ്ങളിലൂടെ കടന്ന് ചില ചിന്തകളെന്ന് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. യേശുവും ശിഷ്യന്മാരും എപ്പോഴാണ് എത്തിയത്? കൊടുങ്കാറ്റെല്ലാം കഴിഞ്ഞ് അതിനെയൊക്കെ ഷൂ ഒക്കെ ചെയ്ത് എല്ലാവരും ആശ്ചര്യപ്പെട്ട് അവസാനം അടുത്ത അധ്യായത്തിൽ, അല്ലെങ്കിൽ അധ്യായം ഇവിടെ ഉള്ളൂ, അവർക്ക് അധ്യായം ഒന്നുമില്ലായിരുന്നു, അവിടെ കടലിന്റെ അക്കര ദേശത്ത് പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യന് തന്നെത്താൻ നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ മനസ്സ് നഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയിൽ യേശുവും ശിഷ്യന്മാരും തന്നെ അന്വേഷിച്ച് അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും നാം ഈ വാക്യങ്ങളുടേതായിട്ടുള്ള ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെയും വിട്ടുപിരിയാത്ത അനുകമ്പയെക്കുറിച്ച് നാം കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത്, യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സുബോധമുള്ളവരോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. 2025 നാം പ്രവേശിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക്, ടു ബി ഇൻറ്റൻഷണൽ. ഉദ്ദേശത്തിന് ദൃഢനിശ്ചയത്തോടുകൂടെ 2025 പ്രവേശിക്കുക. സുബോധമുള്ള ആൾക്കാരോട് ദൈവം പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 4:8 പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ദൈവം ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന കാര്യത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ഇനിയും ഒരു വ്യക്തിബന്ധത്തിലേക്ക് നാം പ്രവേശിക്കണം. ഒരാൾ മാത്രം അടുത്ത് വരുമ്പോൾ അതൊരു വ്യക്തിബന്ധമാകുന്നില്ല. എന്നാൽ നാം ഒന്നിച്ച് അടുത്ത് വരുമ്പോൾ അവിടെ വലിയ ദൈവിക സാധ്യതകൾ അവിടെ മുന്നോട്ട് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാമെന്ന് പറയാമോ? എന്നാൽ ചില സമയങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളും നമുക്ക് നമ്മളെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സമയങ്ങൾ. എനിക്ക് എൻ്റെ മനസ്സ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ചില ബലഹീനതയുടേതായിട്ടുള്ള മണ്ഡലങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഇതൊന്ന് മാറി കിട്ടാനായിട്ട് ഞാൻ 3 തവണ ചോദിച്ചു. എന്നാൽ ദൈവം പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം ചില സാഹചര്യങ്ങളിൽ ദൈവം പറയുക, അത് ഞാൻ മാറുന്നില്ല, നിന്റെ വിളിക്ക് അത് നിന്നെ സഹായിക്കും, എന്നാൽ അതിനെ ജയിക്കുവാനായിട്ടുള്ള കൃപ ഞാൻ നിനക്ക് തരികയാണ്. കാരണം ആ 2 കൊരിന്ത്യർ 12:9 അവിടെ പൗലോസ് അപ്പോസ്തലൻ ആ വെളിപ്പാട് കിട്ടിയതിന് ശേഷം തൻ്റെ ചിന്താരീതി തന്നെ മാറി. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 23:7 പറയുന്നത്, എ മാൻ ഈസ് ഹൗ ഹി തിങ്കത്ത് ഹി ഈസ്. ഒരുവൻ താൻ എങ്ങനെ നിരൂപിക്കുന്നുവോ അതുപോലെ ആകുന്നെന്നാണ് പറയുന്നത്. അത്രമാത്രം സുപ്രധാനമാണ് നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ഇന്ന് സകല സമ്പത്തും സകല സൗകര്യങ്ങളും ഉണ്ടായിട്ടും ചിലരങ്ങ് ചിന്തിച്ചു പോവുക, എനിക്ക് ആരുമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് അതെൻ്റെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നു. പൗലോസ് അപ്പോസ്തലൻ അതുവരെ ആ പ്രയാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നൊരു വാക്ക് ലഭിച്ചപ്പോൾ, നിന്റെ ചിന്ത ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ മാറ്റി നിനക്കുമേൽ പകരാൻ പോകുന്ന ദൈവത്തിൻ്റെ അത്യന്ത കൃപയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ
പൗലോസ് അപ്പോസ്തലന്റെ ചിന്ത അങ്ങ് മാറി. പിന്നെ പുള്ളിക്കാരൻ വീക്ക്നെസ് ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയെന്ന് തോന്നുന്നു. കാരണം അടുത്ത വാക്യം തൊട്ട് പറയുക, ആകയാൽ ഞാൻ ഇനി എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇനി ഞാൻ ദൈവത്തിൻ്റെ കൃപ അവിടെ പകരപ്പെടുന്നതും തൻ്റെ ശക്തി തികയുന്നതും കാണാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി എന്നോട് ഞാനിങ്ങനെ പറയുകയായിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തിയോട് പറയുകയാണ്, അത് ചിലപ്പം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊക്കെ ആവശ്യത്തിനുള്ള പണമോ അല്ലെങ്കിൽ സഹായമോ അല്ലെങ്കിൽ ഒക്കാതെ വരുമ്പോഴത്തേക്കും എനിക്ക് ചിലപ്പം പ്രയാസം വരുമെന്നൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറയുമായിരുന്നു. അപ്പം ഇതുപോലൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി പറയാം, അത് പാസ്റ്ററെ ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ ഉള്ളൂ നമുക്ക് അങ്ങനെ ഒരു വിഷമം. ഇച്ചിരി സ്ഥിരമായിട്ട് വരികയും അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ദൈവം വിശ്വസ്തനെന്ന് വെളിപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുറവുകളിൽ ഞാൻ ഇന്നിങ്ങനെ നോക്കി നിൽക്കുകയാ, ഇപ്രാവശ്യം ദൈവം എന്ത് വെറൈറ്റിയിലാ പുതുതായിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നേ. ഹല്ലേലൂയ. കാരണം ആ വ്യക്തി എന്നോട് പറയുകയാണ്, കാരണം പാസ്റ്ററെ പെറ്റമ്മ തള്ളിക്കളഞ്ഞാലും ശരി, തൻ്റെ അപ്പനും അമ്മയും എന്നെ മാറ്റി നിർത്തിയാലും ശരി, എന്നെ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്ന യഹോവയാ എൻ്റെ ദൈവം. അങ്ങനെയെങ്കിൽ എൻ്റെ കുറവ് എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് നൽകും, ആ ദൈവം അതിനു വേണ്ടി ക്രമീകരിക്കും. അത് എങ്ങനെയാന്ന് കാണാൻ എനിക്കിപ്പോൾ ഭയങ്കര രസമാവും. കാരണം പാസ്റ്ററെ അത് കുറവിൻ്റെ കഥയല്ല, അതെൻ്റെ സാക്ഷ്യത്തിൻ്റെ കഥയായിട്ടാണ് മാറാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ളൊരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള വാക്ക് തക്ക സമയത്ത് നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ചിന്തയെ പിടിച്ച് ഒലയ്ക്കും. ഹല്ലേലൂയ. നല്ല കാര്യത്തിനുള്ള ഒലയ്ക്കല്ല അത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയുന്നത് ചിലപ്പോൾ ഒന്ന് ഒലയ്ക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാട്. കാരണം കുറേ വർഷമായിട്ട് നാം ഒരേ രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് കുലുങ്ങിയില്ലെങ്കിൽ നാം അങ്ങനെ തന്നെ അങ്ങ് പോയി പോകും. ചിലപ്പം ഒന്ന് ഗിയറൊക്കെ മാറ്റി ഒരു വളവൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാലേ ചിലപ്പം വ്യത്യസ്തമായിട്ട് ചില സ്ഥലങ്ങളിൽ എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലന് ദൈവം കൃപ നൽകി. ഇവിടെ താൻ സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യനാകുന്ന ഒരു വ്യക്തി തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ദൈവം ശിഷ്യന്മാരുമായിട്ട് അവിടേക്ക് വരികയാണ്. 4-ാമത്തെ അധ്യായത്തിൽ ഈ ദൈവം പുരുഷാരത്തിൻ്റെ ദൈവമായിരുന്നു. എന്നാൽ 5-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇതൊരു വ്യക്തിയുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദൈവം ഒരു ക്രൗഡ് കാണുമ്പോൾ മാത്രം പ്രസംഗിക്കുന്ന ദൈവമല്ല, താൻ സ്നേഹിക്കുന്നവരുടെ അടുക്കലേക്ക് വില കൊടുത്ത് പ്രയാസപ്പെട്ട് കാറ്റിനെ അടക്കി വരുന്ന ദൈവമാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ വാക്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അധ്യായം സമയമുള്ളപ്പോൾ വായിക്കണം. ഈ 5-ാമത്തെ അധ്യായം കഴിഞ്ഞ് ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തി കഴിയുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്, അത് കഴിഞ്ഞ് അവർ ഇക്കരയ്ക്ക് പോയി. അവർ ഇവിടെ വന്നത് ഈ മനുഷ്യന് വേണ്ടിയാണ്. ഒരു വലിയ പുരുഷാരത്തെ വിട്ട് ഇതുപോലെ നാം കാണാൻ പോവുകയാണ്. ഇതുപോലെ തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് വേണ്ടിയാണ് എൻ്റെ കർത്താവ് കടൽ കടന്ന് ഇപ്പുറത്തേക്ക് വന്നത്. അവനെ സൗഖ്യമാക്കിയതിനു ശേഷം യേശു വീണ്ടും ഇക്കരെ ചെന്നു. എന്നിട്ട് പറയുക, ഇക്കരെ ചെന്നപ്പോഴത്തേക്കും പിന്നെയും പുരുഷാരം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ, ഒരുപക്ഷെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമയത്ത്, എൻ്റെ മനസ്സിനെ എനിക്ക് നഷ്ടമായി എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ദൈവത്തിന് കൃപയെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാകുന്നു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം സ്നേഹമുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നാം ചില ആത്മീയ മർമ്മങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. അവിടെ പറയുന്നത് ഈ മനുഷ്യൻ്റെ ഒരു കഷ്ടത ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഈ മനുഷ്യനെ വിടുവിച്ചപ്പോൾ യേശുവിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, ലഗിയോൻ ഉണ്ടായിരുന്ന ഈ ഭൂതഗ്രസ്തനായിട്ടുള്ള മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ആൾക്കാർ ഭയപ്പെട്ടു. വസ്ത്രം പോലും ഇടാൻ പറ്റാത്ത പോലെ തന്നെത്താൻ ചതച്ച്
ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാതെ നിൽക്കുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇന്നും വെളിപ്പെട്ട് അവരെ അത്ഭുതകരമായി മാറ്റിയ കഥകൾ കർത്താവ് ഇന്നും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനത്തിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാൽമനൂഥ എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ കർത്താവ് പോയി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കർത്താവിന് ഈ ചിന്തിക്കാനൊന്നും കഴിയാത്തവരിൽ അത്ഭുതം ചെയ്യാനാണ് ചിലപ്പോൾ എളുപ്പമെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവർ വിശ്വസിക്കായകയാൽ ദൈവത്തിന് അവിടെ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാനിന്ന് മനസ്സിലാക്കുന്ന, ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടയുവാൻ നമ്മുടെ അവിശ്വാസത്തിന് കഴിയും. 2025 നാം പ്രവേശിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് തീരുമാനമാണ്, തോന്നലല്ല. വിശ്വാസം എൻ്റെ തീരുമാനമാകണമോ എന്നെനിക്ക് തീരുമാനിക്കുവാൻ കഴിയും. സംശയം എൻ്റെ തീരുമാനമാകണമോ എന്നെനിക്ക് തീരുമാനിക്കുവാൻ കഴിയും. ഭയം എന്നുള്ളത് എൻ്റെ തീരുമാനമാണോ എന്നുള്ളത്, എനിക്ക് ഈ ഫെയ്ത്തിനെയും ഫിയറിനെയും കുറിച്ചും ഞാൻ കേട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കുണ്ട്, അതെന്നെ ഒത്തിരി സ്പർശിച്ചു. ഫെയ്ത്ത് ആൻഡ് ഫിയർ ബോത്ത് ആർ ഇൻവിസിബിൾ ആൻഡ് യു ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട്. Faith and fear both are potential. You can choose what you want to believe in. ഫെയ്ത്ത് പറയുന്നത് ഇന്നതൊക്കെ നടക്കാൻ പോവുകയാണ്. ഭയം പറയുന്നത് എന്താണ്? അയ്യോ, ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏത് വിശ്വസിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആമേൻ. തിരുവചനം പറയുന്നത്, വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. എന്നാൽ നാം ഭയത്തിന് അടിപ്പെട്ടുകൊണ്ടിരുന്നാലോ, നാം പലപ്പോഴും ധ്യാനിച്ച് ആ ഭയം തന്നെ അത് നിവൃത്തിയാകുന്നത് കാണേണ്ട അവസ്ഥയിലേക്ക് പലപ്പോഴും പോകുന്നു. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, സുബോധം ഇല്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യനെ ദൈവം അത്ഭുതകരമായി വിടുവിക്കുകയാണ്. പക്ഷെ അവിടുത്തെ, നിങ്ങൾക്ക് ആ കഥ അറിയാമെങ്കിൽ, അവൻ്റെ മേൽ ലെഗിയോൻ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ ലെഗിയോൻ ദൈവത്തോട് അപേക്ഷിക്കുക, അതായത് ഞങ്ങളെ ഈ സ്ഥലം വിട്ട് പോകാൻ സമ്മതിക്കല്ലേ. അപ്പം കർത്താവ് അവിടെയുള്ള പന്നിക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഗഡറീൻസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ വന്നു, പോർ കോർണേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ചു തുടങ്ങി. യേശു ഇവിടെ നിന്നാൽ ഞങ്ങളുടെ ബിസിനസ്സിന് കൊള്ളത്തില്ല. 2000 പന്നിയായി ഇപ്പൊ ഒറ്റ അടിക്ക്, ഒറ്റ അത്ഭുതത്തിൽ തട്ടിപ്പോയത് 2000 പന്നികളാണ്. ഈ ആള് എന്നിട്ട് അതിനെന്താ പകരം കിട്ടിയത്? അവിടെ അവന് ഒരു പണിയില്ലായിരുന്നു, ഒരു ഗുണവും ഇല്ല, ഒരു പണിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ മനുഷ്യന് വേണ്ടി വന്നിട്ട് അതിന് പകരം എൻ്റെ 2000 പന്നികളെയാണ് ഈ കർത്താവ് കൊണ്ടുപോയത്. അതുകൊണ്ട് അസോസിയേഷൻ ഒന്നിച്ച് വന്ന സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഈ അതിർ വിട്ട് പോകുവാൻ അവർ അപേക്ഷിച്ചു തുടങ്ങി. പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിൽ നിന്ന് നാം അടുത്ത വർഷത്തിലേക്ക് കയറുകയാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചാൽ നമ്മുടെ ബിസിനസ്സിന് പ്രശ്നമുണ്ടോ? ചിലർ പോവാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ കയറ്റിയിട്ടില്ല. കർത്താവ് ഈ ലൈൻ ഓഫ് ബിസിനസ്സിൽ നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. കാരണം കർത്താവ് ഇങ്ങോട്ട് ഇക്കരെ വന്നാൽ എനിക്ക് ഇച്ചിരി നഷ്ടം വരും. ടോട്ടൽ സറണ്ടർ, പൂർണ്ണമായിട്ടുള്ള വിധേയത്വം. എൻ്റെ ചെലവിൽ മറ്റാർക്കേലും ഒരു വിടുതൽ കിട്ടിയ ഇഷ്ടമാണോ? ഹല്ലേലൂയ ഇല്ല, ആമേനും ഇല്ല. ഇനി ഞാനെങ്ങാനും ഊവെന്ന് പറഞ്ഞാൽ കർത്താവെങ്ങാനും കേട്ടാലോ? അത് നല്ല വിശ്വാസമാണ്. ഈ ചെലവെന്ന് പറയുമ്പോഴത്തേക്കും എത്ര ആയിരിക്കും കർത്താവേ? നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്നതാണോ? ഞാൻ ഓർക്കുന്നു, ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ 2 പ്രപ്പോസൽസ് ആ സമയത്ത് വരികയാണ്. 2 പേരും ഒരുപോലെ നല്ല മാച്ചിങ് ആയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഭയങ്കര ഡൗട്ട് ആരെ ചൂസ് ചെയ്യണമെന്ന്.
കാരണം എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, ആരായാലും എന്നെ വഴക്കൊന്നും പറയരുത്. വേറെ ഒരു കണ്ടീഷനും എനിക്കില്ല. പിന്നെ ഇച്ചിരി നല്ല സൗന്ദര്യം വേണം, പിന്നെ ഇച്ചിരി നീളമുള്ള മുടി വേണം. ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോയാൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളൊന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പോലെ തോന്നുകയും, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയും ഈ രണ്ടല്ല എന്ന് പറഞ്ഞ്, വിൽ യു സറണ്ടർ, വിൽ യു ഓപ്പൺ അപ്പ്, വിൽ യു ജസ്റ്റ് അലവ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസമായിരുന്നു അലവ് ചെയ്യാൻ. ഭയങ്കര പ്രയാസമാണ്. എനിക്കെന്നെ അലവ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യമൊന്നും അല്ല വരുന്നതെങ്കിൽ, എന്നെ വഴക്ക് പറയുന്ന ഒരാളെ വല്ലതും ആണ് കർത്താവ് ഉണ്ടെങ്കിൽ അത് കർത്താവ് വേണോ അതോ ഭാര്യ വേണോ? ഒരു 3-4 മണിക്കൂർ എടുത്ത് ഉവ്വെന്ന് പറയാനായിട്ട്. നമ്മുടെ ചെലവിൽ വിടുതൽ നമുക്ക് ഇഷ്ടമാണോ? മറ്റുള്ളവർക്ക്, നമുക്കല്ല. കല്ലറയിൽ കിടന്ന് മുടിഞ്ഞ് നാശമായിട്ട് കിടക്കുന്ന, ഒന്നിനും കൊള്ളാത്തവനെന്ന് സമൂഹം മുഴുവൻ എഴുതിയിരിക്കുന്ന ആ വ്യക്തിയുടെ വിടുതലിന് വേണ്ടി എൻ്റെ നല്ല കൊഴുത്തുരുണ്ട പോർക്കിനെ ഞാൻ കൊടുക്കുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഈ വരുന്ന വർഷത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി. തത്വചിന്തകന്മാർ ഒത്തിരി വർഷമായിട്ട് ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിഗ് 4 എന്നാണ് അതിന് പറയുന്നത്. ബിഗ് 4 നമുക്ക് ചിന്തിക്കുക, നമ്മൾ ചിലപ്പം ചിന്തിക്കും ഇതൊക്കെയാണോ ഇവർ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് കേൾക്കുമ്പം ഞാൻ ഓർക്ക് ഇവർ ചിന്തിക്കുന്നതിന് വരെ ഈ ബൈബിളൊന്ന് വായിച്ചാൽ, പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കണ്ടിട്ടില്ല അല്ലെ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാ. എന്നാൽ അത് എവിടെ ആയിരിക്കും? നമ്മുടെ ആത്മാവിലായിരിക്കുന്നേ, ആത്മാവിലായിരിക്കും. അതുകൊണ്ട് 2025 നാം പ്രവേശിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആത്മമനുഷ്യനെ പണിപ്പെടുത്തുവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുത്തുക. അടുത്ത 2-3 ദിവസങ്ങൾ കൂടെ നമുക്കുണ്ട് ഈ വർഷം. സെറ്റ് അപ്പാർട്ട്, സെറ്റ് അസൈഡ് ഫോർ എ ബ്യൂട്ടിഫുൾ റീസെറ്റ്. ഈ 2-3 ദിവസം ഉപവസിക്കണമെങ്കിൽ ഉപവസിച്ചാട്ടെ, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ 2025 ഞാൻ പ്രവേശിക്കുമ്പോഴത്തേക്കും ഞാൻ വിശ്വസിക്കുവാനാ തീരുമാനിക്കുന്നതെങ്കിൽ, ഞാൻ ദൈവത്തിന് വേണ്ടി നടക്കുവാനാ തീരുമാനിക്കുന്നതെങ്കിൽ, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിൽ നിശ്ചയമായും എൻ്റെ ആത്മാവിൽ ബലപ്പെട്ട് മാത്രമേ എനിക്കത് കഴിയുകയുള്ളൂ. അതിനുവേണ്ടി എനിക്ക് എങ്ങനെ ഒരുങ്ങുവാൻ കഴിയും? ചിന്തിച്ചാട്ടെ. ബിക്കോസ് ഇന്ന് പലരും ജീവിക്കുന്നത് ഒരു പക്ഷേ അപ്പൻ്റെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ പാസ്റ്ററിന്റെ വിശ്വാസത്തിൽ. ഐ വോണ്ട് ടു സ്പീക്ക് അബൌട്ട് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ ആ ചെറിയ വിശ്വാസത്തിൽ ഒന്ന് തുടങ്ങാമോ? ഇപ്പോൾ കുഞ്ഞുങ്ങളെ പോലുള്ള വിശ്വാസമായിരിക്കും, അല്പമേ അറിയത്തുള്ളായിരിക്കും. എൻ്റെ മോളോട് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു മീറ്റിങ്ങിൽ പഠിപ്പിക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. വി ഹാവ് എ വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ അപ്പയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് പരിശുദ്ധ അപ്പ കൗൺസിലർ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ആണ്, വണ്ടർഫുൾ അല്ലേ? ഞാൻ പറഞ്ഞു ആണടാ, പക്ഷെ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഇറ്റ്സ് ഓക്കേ. നമ്മുടെ ചെറിയ വിശ്വാസം കൊണ്ട് കർത്താവിൽ നമുക്ക് ആരംഭിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിന്റെ ചുമതലക്കാരനാക്കുമെന്ന് പറയുന്നത് താലന്തുകളുടെ കാര്യം മാത്രമല്ല. കർത്താവ് എന്ത് പങ്കിട്ടിരിക്കുന്നുവോ അതിനെ നാം എത്രമാത്രം ബഹുമാനത്തോടുകൂടെയും വിശ്വാസത്തോടുകൂടെയും വിശ്വസതയോടും കൂടെ കൈകാര്യം ചെയ്യുന്നുവോ അതിനെ ദൈവം വലുതാക്കുവാൻ തക്കവണ്ണം ഇടവരും. കാരണം റോമാലേഖനത്തിൽ ദൈവം പറയുക, ദൈവം എല്ലാവർക്കും പങ്കുവച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം ശുശ്രൂഷിപ്പി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ചോദ്യമാണ് കേട്ടോ. ബിഗ് 4. ആദ്യത്തെ ചോദ്യം, ഞാൻ ആരാ? 4 പ്രധാന ചിന്തകളാ നൂറ്റാണ്ടുകളായിട്ട് ചിന്തിക്കുകയാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, എന്താ എൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ്? ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പല വിശ്വാസികളോട് ഒരുപക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ സഭയിൽ വരുന്നു എന്നുള്ളതല്ലാതെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം പലർക്കുമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ.
ഇന്ന് നാം ഈ വലിയ ചോദ്യങ്ങളുടെ ഉത്തരമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരല്ല. എന്നാൽ പൂർണ്ണമായും ഈ ചോദ്യങ്ങളെല്ലാം കോർത്തിണക്കിയുള്ള ഉത്തരം തിരുവചനത്തിലുള്ള. ഹല്ലേലൂയ. അപ്പൊ ഞാനാരാ? എൻ്റെ പദ്ധതി എന്താ? മൂന്നാമത്തെ ചോദ്യം, ഞാൻ എവിടെ നിന്ന് വന്നു? നാലാമത്തെ ചോദ്യം, ഞാൻ എങ്ങോട്ട് പോകുന്നു? ഇത് ഇത്രയും ചിന്തിക്കണമെങ്കിൽ എനിക്കുള്ള വലിയൊരു സന്തോഷം ഇതാ, തിരുവചനം അല്ലാതെ ഇതിനെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു താൻ സ്നേഹിക്കുന്ന അവരുടെ അടുക്കലേക്ക് തൻ്റെ ഇഷ്ടപ്രകാരം കാറ്റ് വരുന്നത് പോലെയും കാറ്റ് പോകുന്നത് പോലെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ചില വിടുതലുകൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പന്നിക്കൂട്ടത്തിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമാണോ? Have I surrendered myself totally? എൻ്റെ പണം മറ്റുള്ള ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി സോ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണോ? അതോ നമ്മൾ ചോദിക്കോ, കർത്താവേ തളർവാദ രോഗിയെ ശുശ്രൂഷിച്ചതൊക്കെ അല്ലെങ്കിൽ അത്ഭുതം ചെയ്തൊക്കെ, പക്ഷെ പോയത് എൻ്റെ വീടിൻ്റെ മച്ച, അതും കഷ്ടപ്പെട്ട് ഞാൻ ആർക്കിടെക്റ്റിനോട് പറഞ്ഞ് ഡിസൈൻ ചെയ്ത് പൊന്നുപോലെ ഞാൻ ഉണ്ടാക്കിയ വാർത്തെടുത്ത് ഉണ്ടാക്കിയ അത് ചുമ്മാതൊന്നുമല്ല, ഇച്ചിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ അതാ കർത്താവ് എടുത്ത് പൊളിച്ചിട്ടത്. ഹല്ലേലൂയ പറഞ്ഞു പൊടിയും തട്ടി അവര് പോയി. കർത്താവ് എനിക്ക് ഇച്ചിരി നഷ്ടമുണ്ട്. It is important to know what is the greatest meaning of our life. നമ്മുടെ ജീവിതത്തിൽ പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, പല പ്രതീക്ഷകളുണ്ട്, പല താല്പര്യങ്ങളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ഏറ്റവും വലിയ അർത്ഥം എന്തെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും നാം ഇടപെടുന്ന സകലത്തിലും നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. ഇന്ന് വിവാഹ ജീവിതത്തിൽ പലരുടെയും ഏറ്റവും വലിയ അർത്ഥമെന്ന് പറയുന്നത് സൗഹൃദമാണ്. അല്ലെ ചിലർക്ക് ഒന്നിച്ചധികം പണം ഉണ്ടാക്കുന്നതാ, അല്ലെങ്കിൽ ചിലർക്ക് മക്കളുണ്ടാകുന്നതാ, അല്ലെങ്കിൽ ചിലർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരമാണ്, അല്ലെങ്കിൽ ചിലർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള സുഹൃത്ത്. ഇതൊക്കെ നല്ലതാ. പക്ഷെ I want to tell you that's not the greatest meaning of marriage. വിവാഹത്തിന്റെ ഏറ്റവും വലിയ ഒരു മീനിങ്, അർത്ഥം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ദൈവം എങ്ങനെ സഭയെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ഒരു ചുവടെടുക്കുന്നു എന്നുള്ളതാ ദ ഗ്രേറ്റസ്റ്റ് മീനിങ്. അതുകൊണ്ട് വിവാഹത്തിലേക്ക് ഇങ്ങനെ അങ്ങ് നടന്നു കയറുകയല്ല. വിവാഹത്തിൽ പ്രാർത്ഥനയോടെ ദൃഢനിശ്ചയത്തോടുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാൽ ഞാൻ ഈ ബന്ധത്തിലേക്ക് കയറുന്നു, അങ്ങനെയാണ് നാം പ്രവേശിക്കേണ്ടത്. ഇത് വിവാഹത്തിൽ മാത്രമല്ല, ഇത് നമ്മുടെ പേരന്റിങ്ങിലും വേണം, നമ്മുടെ ജോലി മണ്ഡലത്തിലും വേണം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മീനിങ്? ബിക്കോസ് ഇഫ് യുവർ ഗ്രേറ്റസ്റ്റ് മീനിങ് ഈസ് നോട്ട് മെറ്റ്, ദാറ്റ് വിൽ ഗിവ് യു ദ ഗ്രേറ്റസ്റ്റ് ഡിസപ്പോയിൻമെന്റ്. നിങ്ങൾ ഏറ്റവും വലുതായിട്ട് കരുതി വെച്ചിരിക്കുന്ന അർത്ഥം നടന്നില്ലെങ്കിൽ, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇത്ര കാലം തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞു, അതിപ്പോൾ ഒരു ചായ അരിക്കാൻ പോലും അറിയില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അയ്യോ ജോലി കിട്ടിയപ്പോഴത്തേക്ക് അവൻ്റെ പാട്ടിന് പോയി. ഞാൻ വിചാരിച്ചത് എന്നെ നോക്കാൻ വേണ്ടിയാണെന്നാ വിചാരിച്ചത്. നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ദ ഗ്രേറ്റസ്റ്റ് മീനിങ് ഇസ് നോട്ട് ദാറ്റ്. ഏറ്റവും വലിയതായിട്ടുള്ള ആ പദ്ധതി പാരന്റിങ്ങിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഗോഡ്ലി ഓഫ് സ്പ്രിങ്സ്, ദൈവിക സന്താനങ്ങളെ ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാനത് ചെയ്ത് കഴിഞ്ഞ് അവർ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എന്നെ പരിചരിക്കുന്നെങ്കിൽ അത് വലിയ സന്തോഷം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന മക്കൾ അവർ തൻ്റെ മാതാപിതാക്കൾ എഴുന്നേറ്റ് അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയുമെന്നാണ് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയുന്ന തിരുവചനം പറയുന്നത്. ആമേൻ. അതിനനുസരിച്ച് ദൈവത്തിന് ഇഷ്ടപ്രകാരം വളർത്താനായിട്ട് ആ പദ്ധതി. വാട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് മീനിങ് ഇൻ യുവർ ജോബ്? നിങ്ങളുടെ ജോലിയിലുള്ള ഏറ്റവും വലിയ ആ അർത്ഥം എന്താ? അത് ശമ്പളമാണെങ്കിൽ ഒരു മാസം വിട്ടുപോയോ കിടന്ന് നമ്മൾ കുലുങ്ങും. പ്രൊമോഷൻ ആയിരുന്നുവെങ്കിൽ നമ്മൾ കുലുങ്ങും. എന്നാൽ ഇത് എന്നെ ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. ഇവിടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുന്നു.
ഇത് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടമാണ്. ഇവിടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മറ്റ് ശമ്പളം നല്ലതാ, പ്രൊമോഷൻ നല്ലതാ, അവാർഡ് നല്ലതാ, ഒന്നും കുഴപ്പമില്ല. ബട്ട് ദാറ്റ് ക്യാൻ നോട്ട് ബി ദ ഗ്രേറ്റസ്റ്റ് മീനിങ്. ഹല്ലേലൂയ. എനിക്ക് ദൈവം പോർക്കിനെ തന്നിരിക്കുന്നത്, വാട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് മീനിങ്? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം മഹത്വപ്പെടാൻ അതിനെ എടുക്കുന്നെങ്കിൽ അങ്ങ് എടുക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അത് നടക്കട്ടെ കർത്താവേ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന പണമാകട്ടെ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യമാകട്ടെ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന മക്കളാകട്ടെ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങളാകട്ടെ, അതെല്ലാം ദൈവപ്രവൃത്തിക്ക് പാത്രമാകുവാനായിട്ട് എത്രമാത്രം ഉപയോഗിക്കുവാൻ കഴിയുമോ കർത്താവേ എടുക്കണമേ. ഒരു അത്ഭുതവും ഇല്ല. കാരണം ആമേൻ പ്രതീക്ഷിച്ചില്ല ഞാൻ. കാരണം തരണമേ എന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. എടുത്തോണേ എന്നൊക്കെ എങ്ങനെ പറയും കർത്താവ്? കാരണം അങ്ങനെ ഈ എടുത്തോണേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന വരുമ്പോഴാണ് നമുക്കൊരു സംശയം, കർത്താവ് എങ്ങാനും കേട്ട് പോയാലോ എന്ന്. തരണമേ എന്ന് പറയുമ്പോഴൊക്കെ അവിശ്വാസമാണ്. എവിടെ കിട്ടാൻ, എപ്പം നടക്കാൻ? എടുത്തോണേ എന്ന് പറയുമ്പോൾ എങ്ങാനും പോയാലോ, കർത്താവ് എങ്ങാനും ഫ്രീ ആയിട്ടിരുന്ന് ഇനി വല്ല കേട്ടു പോയാലോ. അപ്പോൾ അവർ അവനോട് 17 തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. 18 വാക്യം പറഞ്ഞു, അവൻ പടകേറുമ്പോൾ. ഇവിടെ ചിന്തിച്ചാട്ടെ, ഇവിടെ നാം അത്ഭുതകരമായിട്ട് കാണുന്നൊരു കാര്യം, സുബോധമില്ലാത്തൊരു മനുഷ്യൻ, തന്നെത്താൻ ചതച്ച വസ്ത്രമൊന്നും ഇടാതെ, ഒരു പദ്ധതിയും ഇല്ലാതെ ഇരിക്കുന്ന മനുഷ്യനെ കർത്താവ് അവനെ നിർത്തിയപ്പോൾ, കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ, അവൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അടുത്ത ചോദ്യം 18 വാക്യത്തിൽ കാണുക, ഞാനും കൂടെ പോരട്ടെ. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഞാൻ ആരാ എന്ന് മനസ്സിലാകുമ്പോൾ then the next natural question is, what is that I should do? അവൻ സുബോധം വന്നപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവനാകണം എന്നുള്ള ചിന്ത അവനിൽ വരാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്, when we are into 2025 in few days, be intentional about the plans of God. ഒരുപാട് വ്യക്തികളെ ഞാൻ കാണുന്നു. പണമുള്ളവരുണ്ട്, പദവി ഉള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്ത ജോലിയിൽ പെട്ടുപോയവരെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ കടന്നു പോകുന്നു ചിന്തിക്കുന്നവരുണ്ട്. എന്ത് വേണമെങ്കിലും ആകട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ഒരു കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ പിൻപറ്റുവാൻ ശ്രമിച്ചാട്ടെ. ഹല്ലേലൂയ. Be intentional for the plans of God. നാം അതിനുവേണ്ടി താല്പര്യത്തോടുകൂടെ ഇരുന്നില്ല എങ്കിൽ ഒരുപാട് വ്യക്തികൾ മറ്റു പല പദ്ധതികളുമായിട്ട് നമ്മുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കും. എങ്ങനെ അതിലേക്ക് പ്രവേശിക്കാമെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. The first thing was to be intentional about drawing near to God. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ 2025 ദൈവം എനിക്ക് തരുന്നെങ്കിൽ മറ്റെല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം. പള്ളി മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നുള്ള അല്ല ചോദ്യം. ഫ്ലോ ഉണ്ടോ, ഗ്ലോ ഉണ്ടോ, നൗ ഉണ്ടോ, ദെൻ ഉണ്ടോ, ഇഫ് ഉണ്ടോ എന്നൊന്നും അല്ല നമ്മുടെ ചോദ്യം. എനിക്ക് എങ്ങനെ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയും? ഞാൻ ഒരു സഭയുമില്ലാത്ത അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു തലമുറ ഇല്ലാത്ത ഒരു സ്ഥലത്തായി പോന്നാൽ ഞാൻ എങ്ങനെ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ തീരുമാനിക്കുന്ന ഒരുങ്ങിയാട്ട പ്രിയപ്പെട്ടവരെ. ബിക്കോസ് ബീയിങ് ഇന്റൻഷണൽ റിക്വയർസ് വിസ്ഡം. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ നമുക്ക് ദൃഢനിശ്ചയത്തോടെ മുന്നേറാൻ കഴിയുകയുള്ളൂ. തിരുവചനത്തിൽ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ഷാഠ്യമല്ല, തെറ്റായിട്ടുള്ള കാര്യത്തിൽ മുറുകെ പിടിച്ച് വെറുതെ അതിൻ്റെ പുറകെ പോകുന്നതിനല്ല പറയുന്നത്. എന്നാൽ ഉദ്ദേശത്തോടുകൂടെ ദൃഢനിശ്ചയത്തോടുകൂടെ മുന്നേറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രോ നിയർ ടു ഗോഡ്. ദ സെക്കൻഡ് തിങ് ഇസ് ടു pursue the plans of God.
തിരുവചനത്തിൽ 2 ഭാഗത്ത് ബുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25 ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായിട്ടുള്ള കന്യകമാരുടെ ഉപമ പറയുന്നു. പേര്, സ്ഥലം, രാജ്യം ഒന്നും പറഞ്ഞിട്ടില്ല. 2 കാറ്റഗറിയേ ഉള്ളൂ: ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയുള്ള ആള് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ എണ്ണ എടുത്തു. എന്തിനു വേണ്ടിയാ? ടു മെയിൻറ്റെയിൻ ദ ഫയർ. ഈ തീ അന്ന് കത്തിയ തീയ അങ്ങനെ അങ്ങ് നിന്നോളും, ഓട്ടോമാറ്റിക്കാ. ഓരോട്ടവും നടക്കൂല, തന്നെ അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് താഴെ പോവും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വരവ് വരെയും ഈ തീ ദൈവം തരുന്ന ആ അഭിഷേകത്താലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും ഞാൻ അതിനെ ജ്വലിപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് ഐ ആം ഇൻറ്റൻഷണൽ ഇൻ മൈ ഫെയ്ത്ത് ലൈഫ്. എനിക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ചോദിക്കുന്നതിനോ സഹായം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആം ഐ പ്രിപ്പയർഡ് ഫോർ മൈ ജേർണി? എൻ്റെ യാത്രയിൽ ഞാൻ ഒരുക്കത്തോടെയാണോ? ചില ആൾക്കാർ വീട്ടിൽ വരുമ്പോഴത്തേക്കും, പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഒരു വ്യക്തി വീട്ടിൽ വരുന്നത് തന്നെ കുറച്ച് മുമ്പാണ് അറിയുന്നത്. എന്നിട്ട് ഷർട്ടുണ്ടോ? ഷർട്ട് കൊടുത്ത ലുങ്കി ലുങ്കി ഏതായാലും അതിനപ്പുറം ഒന്നും ചോദിക്കാതിനെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. യാത്രയ്ക്ക്, വിശ്വാസ ജീവിതത്തിന് വേണ്ടി എങ്ങനാ ഞാൻ ഒരുങ്ങുന്ന എൻ്റെ ചോദ്യം. സഭയ്ക്ക് ചെയ്യുവാൻ കഴിയുന്നത്, സഭ എങ്ങനെ പോഷിപ്പിക്കുന്നു, എൻ്റെ ഇടയന്മാർക്ക് എത്രമാത്രം എന്നെ സഹായിക്കാൻ കഴിയുന്നോ അത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവരെ ബലപ്പെടുത്തട്ടെ. എന്നാൽ ഞാൻ എങ്ങനെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ഞാൻ ഈ വർഷം താല്പര്യപ്പെടുത്തുന്നു. പ്ലീസ് മേക്ക് എ പ്ലാൻ ഇൻ ദ നെക്സ്റ്റ് 2-3 days. നിങ്ങളുടെ എണ്ണ നിങ്ങൾ എങ്ങനെ എടുക്കുവാൻ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പദ്ധതി ഇട്ടാതെ. രണ്ടാമതായിട്ട് ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയുള്ള വ്യക്തിയെക്കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. 2 പേര് വീട് വെച്ചു. 2 പേരും നല്ല വീട് പണിക്കാരായിരുന്നു അവിടെ പറയുന്നത്. പക്ഷെ അവരെടുത്ത സാധനത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു. അതിലൊരു വ്യക്തി പാറ എടുത്ത് പണിഞ്ഞെന്നാ പറയുന്നത്. ഒരു കാര്യം കോമൺ ആയിരുന്നു, 2 പേരുടെ വീടിന്മേലും മഴ അടിച്ചു. എന്നാൽ ബുദ്ധിയുള്ള ആ മനുഷ്യൻ പണിതത് ദൈവവചനത്തെ കേട്ട് അനുസരിച്ചുകൊണ്ട് അവൻ അടിസ്ഥാനമിട്ടുകൊണ്ട് പണിതു. ഹല്ലേലൂയ. 2025 പണിയുന്ന പണി 2026 സഹായിക്കുന്ന രീതിയിൽ പണിതാട്ടെ. ഹല്ലേലൂയ. ഒരു കാറ്റടിക്കുമ്പോൾ താഴെ പോകുന്ന രീതിയിലുള്ള പണിയല്ല. ദൈവത്തെ കേൾക്കുവാനായിട്ട് സമയമെടുത്താട്ടെ. അവൻ ദൈവത്തിൻ്റെ വചനം എന്നുള്ള ശാശ്വത പാറയാകുന്ന ആ ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവൻ പണിതു. എന്നാൽ അവൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് അനുസരണമായിരുന്നു. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവരെ പോലെ ബുദ്ധിയോടുകൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇൻറ്റൻഷണൽ ആയിക്കൊണ്ട്, തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസം, എന്നാൽ വിശ്വാസം എൻ്റെ തീരുമാനമാകാൻ പോകുക. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാക്കുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, വിശ്വാസ ജീവിതം ഒരു തീരുമാനമാണെന്ന് പറഞ്ഞാട്ടെ. അപ്പൊ ഈ ഭൂതഗ്രസ്തൻ ചോദിക്കുക, എന്നാൽ ഞാനും കർത്താവേ അക്കരെ മിനിസ്ട്രിയിലോട്ട് ഞാൻ അങ്ങ് പോരട്ടെ എന്ന് ചോദിക്കുക. ഇക്കരെ വന്നതിനെ സൗഖ്യമാക്കിയല്ലോ, അതുകൊണ്ട് അക്കരെ ഇന്റർനാഷണൽ മിനിസ്ട്രിയിലൂടെ ഞാനും ചേരട്ടെ എന്ന് ചോദിക്കുക. കർത്താവ് അനുവദിച്ചില്ല. അടുത്ത വാക്യം അതാ പറയുന്നത്. യേശു അവനെ അനുവദിക്കാതെ. അപ്പോൾ ഒരു ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സഹോദരനോട് പറയാം, അത് ഇച്ചിരി സമയം, ഇപ്പം ബോധം വന്നേ ഉള്ളൂ, ഇച്ചിരി സമയം കൊടുത്തതേ ഉള്ളൂ. കർത്താവിനെ വരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാ. 19ാമത്തെ വാക്യം പറയുന്നത്, 19ാമത്തെ വാക്യം, യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ ഇത് ഈ കാര്യം വ്യക്തമാക്കുന്നത് എന്താ? നമ്മുടെ മേലുള്ള വിളി തീരുമാനിക്കുന്നത് നാം അല്ല, കർത്താവാ. ഹല്ലേലൂയ.
And your call is established in your conversation with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ഇടപെടലിൽ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ വേല ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് എൻ്റെ യേശുവിനെ ഞാൻ പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന ശുശ്രൂഷയിൽ വന്ന ആദ്യ സമയങ്ങളെല്ലാം കുറഞ്ഞതൊരു 10 തവണയെങ്കിലും നിർത്തി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വർഷം തന്നെ. അപ്പോൾ എനിക്ക് ഇച്ചിരി ലോജിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പ്രോട്ടോക്കോളും ലോജിക്കും ഒക്കെ അത് ചിലപ്പോൾ പ്രശ്നമാണ്. അപ്പം ഞാൻ ആരാ എന്നെ വിളിച്ചത്? കർത്താവ് വിളിച്ചത്. എന്നാൽ പ്രാർത്ഥിച്ചെന്നാൽ അവസാനിപ്പിക്കാം. നമുക്ക് ഈ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ ദൈവശബ്ദം കേൾക്കുന്നതും അത് വേറൊരു പ്രശ്നമാണ്. കർത്താവ് ചോദിക്കും, എന്താ പ്രശ്നം? കർത്താവ് ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു, അത് ശരിയായില്ല, അത് അങ്ങനെ അവരെങ്ങനെ ചെയ്യുന്നു, അവർക്ക് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ? ശരി, അവരത് പറഞ്ഞു. പക്ഷെ ആരാ നിന്നെ വിളിച്ചത്? കർത്താവാണ് വിളിച്ചത്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല കർത്താവേ. അവൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ബിക്കോസ് കർത്താവിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോഴത്തേക്കും പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? എഫെസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, നമുക്ക് രക്ഷ ഒന്നും ആവശ്യമാണെന്ന് പോലും അറിയാത്ത കാലത്തിലും. ഞാൻ ഓർക്കുന്നു എത്രയോ സമയങ്ങൾ ആദ്യത്തെ വർഷം എത്രയോ സമയങ്ങളിൽ പ്രാർത്ഥനാ സമയത്ത് ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, എനിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട കർത്താവ്, ഒന്നും വേണ്ട. വേണ്ടതിൻ്റെ ലിസ്റ്റൊക്കെ വെച്ചിട്ടാ പ്രാർത്ഥനാ സമയത്തിലോട്ട് വന്നത്. എന്തോ വേണം? ഒന്നും വേണ്ട. ഈ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് എന്നാ വേണം? ഒന്നും വേണ്ട, ജീവിതം മതി. ജീവനുള്ളപ്പം നമുക്ക് ദൈവം പങ്കിട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ ശുശ്രൂഷിച്ചാൽ മതിയെന്ന് കർത്താവ് പറയുമ്പം നമുക്ക് പിന്നെ വേറെ യാതൊന്നുമില്ല. ദൈവത്തിൻ്റെ കൃപ പെരുകി നമ്മൾ ശുശ്രൂഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ വ്യക്തിയോട് അവന് കർത്താവിൻ്റെ കൂടെ കർത്താവ് അവൻ്റെ വിളിയെ സ്ഥിരപ്പെടുത്തുകയാണ്. എനിക്കും വന്നപ്പം ബെന്നീഹിൻ ആയില്ലെങ്കിൽ ഒരു ജൂനിയർ ബെന്നീഹിൻ ആയാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല, പക്ഷെ ഊതുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. യൂത്ത് മിനിസ്ട്രി എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കർത്താവിൻ്റെ കരുണയാൽ കർത്താവ് അങ്ങനത്തെ സ്റ്റണ്ട് ഒന്നും കാണിച്ചില്ല. God decides our call. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, കർത്താവ് അവനോട് പറഞ്ഞപ്പം അവനെന്താ ചെയ്ത? അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. 2025 ദൈവവുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ആമേൻ. ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ പാസ്റ്റർമാരാരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും ഒരു മേഖലയിൽ ശുശ്രൂഷിക്കാമോ, സഹായിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് മാത്രം ഒരു താല്പര്യമാകാതെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കട്ടെ. ഒരു ഗ്രേറ്റ് എൻകൗണ്ടർ. ഞാനിന്ന് രാവിലെ ഈ സമയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഞാൻ കേട്ടൊരു കാര്യം, ദമസ്കോസിൽ ശൗലിന് സംഭവിച്ചത് സഭയിൽ പലർക്കും സംഭവിക്കും. കർത്താവ് നന്മയ്ക്കായിട്ട് ചിലരെ തള്ളിയിടും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഉദ്ദേശിച്ചൊക്കെ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ആരെയൊക്കെയോ നേടാനും പിടിക്കാനും ഒക്കെ നന്മയ്ക്കായിട്ട് തള്ളിയിടും. അതിന് ഷോക്ക് മാറുന്നവരെ കണ്ണൊന്നും കാണത്തില്ല. തക്ക സമയത്ത് ആ ചെതുമ്പലൊക്കെ മാറാൻ ദൈവം ആളെ അയക്കും. അവിടെ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന അനന്യാസ് ചോദിക്കുന്നു, കർത്താവേ അവന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കണോ? അവനെ ഉപദ്രവിക്കാൻ വരുന്നവനാ കർത്താവേ. പക്ഷെ കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹീസ് മൈ chosen vessel. And I believe 2025 ഈ സഭയിൽ ഒരുപാട് പേർ
നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം 2024 എനിക്ക് വലുതായിട്ട് സറണ്ടർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. അത് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ വിത്തുകളുണ്ടെന്നും അതിൻ്റെ ഫ്രൂട്ടും ഒക്കെ നമ്മൾ അടുത്ത വർഷം കാണാൻ പോവാം. ഒരുപാട് പേരെ കർത്താവ് ചോസൻ വെസലാക്കും. ചോസൻ വെസൽ. അതുപോലെ ശക്തമായ സ്നേഹത്തോടെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, പൗലോസിനെ ഇങ്ങനല്ല തള്ളിക്കിട്ടത്. തള്ളി കഴുത്തിനിട്ട് പിടിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാട്ടോ വായിക്കുമ്പോൾ. കാരണം അങ്ങ് എടുക്കുവാന്ന് പറഞ്ഞാൽ ഒരൊറ്റ എടുപ്പാണ് എടുത്തത്. കാരണം അതിനുശേഷം പൗലോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം, പിന്നെ യേശുവിനെ കുറിച്ച് എവിടെ പറഞ്ഞോ, ഡിബേറ്റ് എങ്കിൽ ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, സിനഗോഗ് എങ്കിൽ സിനഗോഗ്, ഏത് വീടോ ഒന്നും പ്രശ്നമില്ല. കാരണം ഇൻ എൻകൗണ്ടർ ആൻസേഴ്സ് യുവർ 1000 ക്വസ്റ്റ്യൻസ്. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിൽ ഒരുപാട് പേരെ കർത്താവ് ചോസൻ വെസലായിട്ട് ഉപയോഗിക്കും. And one thing I like about this chosen vessel is, ഈ പാത്രമല്ല തീരുമാനിക്കുന്നത് എന്നാ ഇടണമെന്ന്. ഈ പാത്രമല്ല തീരുമാനിക്കുന്നത് ആരുടെ കയ്യിൽ ഇരിക്കണമെന്നുള്ളത്. കർത്താവ് ഇഷ്ടപ്പെടുന്നത് നിന്റെ പാത്രത്തിലോട്ട് ഇടും. കർത്താവ് പറയുന്നത് നീ അവിടെ ശുശ്രൂഷിക്കും. What a beautiful place. കർത്താവ് അത് ചെയ്യും. കർത്താവ് അത് ചെയ്യും. chosen vessel. chosen vessel. പലരുടെയും ജീവിതത്തിൽ വലിയ ക്രമീകരണങ്ങൾ കർത്താവ് കൊണ്ടുവരും. വലിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരും. ചില രാജ്യങ്ങളിൽ കഴിക്കുന്ന പാത്രത്തിൽ തന്നെ സൈഡിൽ തുപ്പി വെക്കുന്നവരുണ്ട്. ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. ചില രാജ്യങ്ങളിൽ ആ പാത്രത്തെ വലിയ ബഹുമാനത്തോടെ കരുതി അതിനൊരു ഓർഡറൊക്കെ ഉണ്ട് വെക്കാനൊക്കെ. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിൽ കർത്താവ് വലിയൊരു റാഡിക്കൽ എൻകൗണ്ടർ പലരുടെ ആത്മമണ്ഡലത്തിൽ കർത്താവ് കൊണ്ടുവരും. നിങ്ങൾ നിന്നേ ഭയപ്പെടത്തില്ല. ചവച്ചതും തുപ്പിയതും ഒന്നും കുഴപ്പമില്ലാത്തതുപോലെ യുവർ ഗ്രേറ്റസ്റ്റ് മീനിങ് വിൽ ബി ഐ ആം ഹിസ് ചോസൻ വെസൽ. ആര് കഴിച്ചു, എന്തിട്ടു, അയ്യോ ഞാൻ അച്ചാറിൻ്റെ പാത്രമായി പോയോ, അതോ ബിരിയാണി ആയിരുന്നോ, അതൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. ആത്മമണ്ഡലത്തിൽ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവവുമായിട്ട് നാം ഇടപെട്ട് കഴിയുമ്പോൾ ഈ ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനമില്ലാത്തവണ്ണം കർത്താവ് മാറ്റും. കർത്താവ് മാറ്റും. 2025 നാം പ്രവേശിക്കുമ്പോൾ let our biggest meaning be to be everything for Jesus. എൻ്റെ പ്രാണനുണ്ടെങ്കിൽ അതെൻ്റെ പ്രാണപ്രിയന് മാത്രം. My biggest meaning. And it is important to keep Jesus as the biggest meaning. യേശുവിനെ തന്നെ ഏറ്റവും വലിയ മീനിങ് ആയിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മറ്റെല്ലാ അർത്ഥവും എപ്പോഴെങ്കിലും ഇടിഞ്ഞു പോകും. മനുഷ്യരിലുള്ള ആ പ്രതീക്ഷകൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടിഞ്ഞു പോകും. അതാരുടെയും കുറ്റമല്ല, കാരണം അത് നമ്മൾ മനുഷ്യരാണ്. ചില കമ്പനികളിലുള്ള പ്രതീക്ഷ ഇടിഞ്ഞു പോകും, കുലുങ്ങും. ഇളകാത്ത രാജ്യമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ആ രാജ്യമൊന്നുമല്ല, ദൈവരാജ്യം മാത്രമാണ് എബ്രായ ലേഖനം 12:28 പറയുന്നത്.
പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ സമയം തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. Oh, I pray, Daddy, for a total surrender. കർത്താവേ, ഞങ്ങൾ ഈ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസിഷൻ വീക്കിലാണല്ലോ കർത്താവേ. യെസ്, ഇറ്റ്സ് ദ വീക്ക് ഓഫ് ക്രോസ് ഓവർ. ഞങ്ങൾ പഴയ അല്ലെങ്കിൽ ഈ വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ട്രാൻസിറ്റ് ടൈം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ടും വിധേയപ്പെടാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണമായിട്ടും വിധേയപ്പെടാനായിട്ട്, പൂർണ്ണമായിട്ടും വിധേയപ്പെടാനായിട്ട്, പൂർണ്ണമായിട്ടും വിധേയപ്പെടാനായിട്ട്. കർത്താവെ, ഞങ്ങൾ ഇന്ന് കണ്ടതുപോലെ ചിന്തിക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിന്തിക്കുവാൻ കഴിയാത്ത മാനസിക മണ്ഡലത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അത് ഞങ്ങളുടെ സഭയിലാണെങ്കിലും കർത്താവെ പുറത്തുള്ള വ്യക്തികൾക്കാണെങ്കിലും ഒക്കെ ഞങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോൾ ഇടിവിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗദരദേശത്തേക്ക് എങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി കടന്നു വന്നുവോ അതുപോലെ ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് അറിയുന്ന ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കർത്താവ് വരണമേ. അവന്റെ അകത്തുള്ള ഭൂതത്തെ ആർക്കും അടക്കാൻ കഴിഞ്ഞില്ലെന്നാ പറയുന്നത്. കർത്താവേ, യേശു ആ വ്യക്തിയെ കണ്ട് സൗഖ്യപ്പെടുത്തി. അവനെ സൗഖ്യപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, അവൻ ദക്കപ്പൊലി മുഴുവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ദക്കപ്പൊലി എന്ന് പറയുന്ന 10 സ്ഥലങ്ങളുടെ ഒരു മേഖല, ബിഗ് റീജിയൻ. ഒന്നുമില്ലാതിരുന്ന, തന്നെ പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത, തന്നെ ചതച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഒരു സുവിശേഷകനായി മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് നമുക്ക് ഈ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെ നാം നിസ്സാരമായിട്ട് എടുക്കാതെ 2025 എന്ന് പറയുന്ന വർഷം ദൈവം നമുക്ക് അനുവദിക്കുമ്പോൾ ഉദ്ദേശത്തോടുകൂടെ ദൃഢനിശ്ചയത്തോടുകൂടെ കർത്താവേ, 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 ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന്, ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന സമ്പത്തെല്ലാം ദൈവത്തിൻ്റെതായിട്ടുള്ള വേലയ്ക്ക് കർത്താവെ ഉപയോഗിക്കണമേ എന്ന് സറണ്ടർ ചെയ്താട്ടെ. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സേ ദാറ്റ്, അത് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തൊരു കുടുക്കുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ബിക്കോസ് ദ ബിഗ്ഗസ്റ്റ് മീനിങ് ഇൻ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ സകലം കൊണ്ടും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. കർത്താവെ, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ ജോലി മണ്ഡലം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലതും, ഞങ്ങളുടെ കുടുംബം, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വരുന്ന വർഷം ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ വിളിയിൽ സ്ഥിരപ്പെടുവാനും, ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എപ്രകാരം ദക്കപ്പൊലി മുഴുവൻ നടന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞുവോ അതുപോലെ ദൈവവുമായിട്ടുള്ള ഞങ്ങളുടെ വ്യക്തിബന്ധത്തിൽ ദൈവം ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to be intentional, Lord. നിസ്സാരമായിട്ട് എടുക്കാതെ കർത്താവ് നൽകുന്ന സമയത്തെ പൂർണ്ണ ബഹുമാനത്തോടുകൂടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവർത്തികളിലേക്ക് കയറി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ടെ. ഞങ്ങളെല്ലാം തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലായ്പ്പോഴും എല്ലാറ്റിലും അങ്ങനെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ബുദ്ധിയുള്ളവരായി, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയുന്നവരായി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾ ചോദിക്കുന്നു.
താങ്ക് യു ലോർഡ്. എല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.